അമേരിക്കയിലാണ് ഫ്ലോറിഡയിലെ ഒരു പള്ളിവികാരി പള്ളിയുടെ ഫണ്ടിൽ നിന്നും തട്ടിയെടുത്തത് ഒന്നും രണ്ടൊന്നുമല്ല 33 ലക്ഷത്തോളം രൂപയാണ്. ഇതിനി എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ ചെയ്തത് എന്ന് ചോദിക്കുകയാണെങ്കിൽ അതാണ് കുറച്ച് കൗതുകമുള്ളൊരു കാര്യം. മൊബൈൽ ഗെയിം കളിക്കാനാണ് ഈ പണം എടുത്തത് അത്രേ. ശുചിത്താണ് നമുക്കിപ്പം ഉള്ളത്. AJ, ഗുഡ് മോർണിംഗ്. നമ്മളെ ഒരിക്കലും ഈ ഒരു പള്ളി വികാരിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലൊരു കുൽസിതമായൊരു പ്രവൃത്തി അത് പ്രതീക്ഷിക്കില്ലല്ലേ? ഗുഡ് മോർണിംഗ് സേതു. നമ്മൾ സാധാരണ കുട്ടികളോടൊക്കെ ഉപദേശിക്കാറുണ്ടല്ലോ, ഗെയിമൊക്കെ കളിക്കരുത്, മൊബൈൽ ഗെയിം കളിക്കരുത്, കുറച്ച് കൂടുതൽ സമയമായി നീ മൊബൈൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാ ഗെയിമും പണം അടിച്ചു മാറ്റാനുള്ള എല്ലാ സൂത്രവിദ്യകളും നിറഞ്ഞാണല്ലോ ഇപ്പോഴത്തെ എല്ലാ മൊബൈൽ ഗെയിമുകൾ. അതൊക്കെ സൂക്ഷിക്കണം നമ്മൾ കുട്ടികളോട് ഉപദേശിക്കാറുണ്ട്. ഇതിപ്പോൾ ഉപദേശിക്കേണ്ട ആളുകൾ തന്നെ സ്വയം ആ കെണിയിൽ വീണുപോയി എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു കൗതുകകരമായ കാര്യം. പക്ഷേ നമ്മൾ ഈ ആ പള്ളി വികാരി സ്വന്തം കയ്യിൽ നിന്നാണ് പണം മുടക്കി ഗെയിം കളിച്ചെന്നുണ്ടെങ്കിൽ പ്രശ്നമല്ല. ഇവിടെ സംഭവിച്ചെന്തെന്ന് വെച്ചാൽ ഗെയിം കളിച്ച് അഡിക്ഷനായി പോയി, അതിനകത്തുനിന്ന് പിൻവലിയാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. സ്വാഭാവികമായിട്ടും കയ്യിലെ പൈസ തീരുമ്പോൾ മറ്റു മാർഗ്ഗങ്ങൾ തേടുമല്ലോ. അങ്ങനെ ആ പള്ളി വികാരി കണ്ടെത്തിയത് പള്ളിയുടെ വകയായിട്ടുള്ള ക്രെഡിറ്റ് കാർഡിൽ നിന്ന് പൈസ അടച്ച് ഗെയിം കളിച്ചു. പക്ഷെ അടച്ച് പോയപ്പോഴാണ് സംഗതി 33 ലക്ഷം രൂപ വരെ എത്തി. ഒന്നും രണ്ടും അല്ല, വലിയ തുകയായി 33 ലക്ഷം രൂപ വരെ എത്തി. അവസാനം പെട്ടു. അങ്ങനെ പോലീസ് അറസ്റ്റ് ചെയ്ത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു നിവൃത്തിയില്ല, ഗെയിം കളിച്ച് അഡിക്ഷനായിപ്പോയി, എനിക്ക് ഒരു തരത്തിലും പിന്മാറാൻ പറ്റുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ തമാശയ്ക്ക് ഒരു വാർത്ത എന്ന നിലയിൽ കൂടെ പറയുമെങ്കിലും അതിൻ്റെ ഒരു വേറൊരു വശം കൂടി ഉണ്ട്. തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഈ ഗെയിം അഡിക്ഷൻ അല്ലെങ്കിൽ പൈസ വെച്ച് ചൂതാട്ടം നടത്തുന്നത് പോലെയുള്ള മൊബൈൽ ഗെയിം അഡിക്ഷൻ വളരെ വലിയ ഒരു വിപത്തായി തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലും ഉണ്ട്. അമേരിക്കയിലാണ് ഇത് സംഭവിച്ചെങ്കിലും നമ്മുടെ നാട്ടിലും ഇതേ ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. കുട്ടികൾ മാത്രമല്ല, മുതിർന്ന ആളുകൾ ആത്മഹത്യ ചെയ്യുകയൊക്കെ ചെയ്തിരുന്നല്ലേ? അതെ, തീർച്ചയായിട്ടും. അത് ഈ റമ്മി പോലുള്ള ഗെയിമുകളൊക്കെ കളിക്കുമ്പോൾ അത് വലിയ നഷ്ടം വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആളുകൾ ജീവനൊടുക്കുന്ന സാഹചര്യം പോലും ഉണ്ട്. അപ്പോൾ കുട്ടികൾ മാത്രമല്ല ഈ കെണിയിൽ വീഴുന്നത്, വളരെ വിദ്യാഭ്യാസമുള്ള അല്ലെങ്കിൽ ലോകപരിചയമുള്ള മുതിർന്നവരും ഈ കെണിയിൽ വീഴുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അത് തീർച്ചയായിട്ടും നമ്മൾ കരുതേണ്ട ഒരു വാർത്ത കൂടിയാണ്. നമ്മൾ ഇന്ത്യയിലും ഒക്കെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയി ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു വാർത്ത കൂടി തന്നെയാണ്, മുൻകരുതൽ എടുക്കേണ്ട ഒരു വാർത്ത കൂടിയാണിത്. ഏതായാലും അമേരിക്കയിലെ ആ പുരോഹിതൻ പെട്ടിട്ടുണ്ട്. കാൻഡി ക്രഷ് ആണ് അദ്ദേഹം കൂടുതലായിട്ട് കളിച്ചതെന്നാണ് പറയുന്നത്. ആ കാൻഡി ക്രഷ് കളിച്ച് ഇപ്പോൾ ഏതായാലും ആപ്പിലായിട്ടുണ്ട്. ശരി, കാൻഡി ക്രഷ് സാഗാച്ചൻ. ഓക്കെ.